ഞാൻ വിചാരിച്ചു ഇയാളൊന്ന് ഒതുക്കാൻ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒതുക്കാനില്ല, പുള്ളി സ്മൂത്തായിട്ട് കയറി അങ്ങ് പോയി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചുരം കയറണ്ട കേട്ടോ. ഇതൊക്കെ വെറും വെടലയാ. മരം വന്ന വരവ് കണ്ടില്ലേ? സ്പീഡിൽ പോയി കേട്ടോ. പള്ളി, എൻ്റെ പള്ളി, എനിക്ക് വയ്യ. എന്നാ വ്യൂ. ഇതിന് മേളിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനങ്ങ് കഴിഞ്ഞു പോയി. ഇനി അങ്ങോട്ട് നിർത്തണമെങ്കിൽ ഞാൻ വണ്ടി പിടിച്ച് യൂട്ടേൺ അടിക്കണം. അത് ഇച്ചിരി റിസ്ക്കാണ്. ഒരു കിടിലം വ്യൂ ഉണ്ട്. ഇപ്പം കാണിച്ചു തരാം. ഞാൻ മേളിൽ എത്തിയിട്ട് ഇപ്പം കാണിച്ചു തരാം. മയിലൊക്കെ എണീറ്റ് ഓടുന്നത് എൻ്റെ അലർച്ച കേട്ടിട്ട്. ഞാൻ ഇപ്പം കാണിച്ചു തരാവേ. എൻ്റെ മോനെ, ഇവിടെ എങ്ങനെ നിർത്താൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു, കുന്തം. ഇപ്പം എവിടെ ഒന്ന് നിർത്തുക? ഇത് തന്നെ. ഇച്ചിരി മുമ്പോട്ട് പോട്ടെ. ഷെടാ, നല്ലൊരു വ്യൂ. സ്ഥലം കിട്ടുന്നില്ല. ഇത് വളവാ, ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അതാണ്ട് ഇത് നിങ്ങൾ കണ്ട നോക്ക്, പെട്ടെന്ന് നോക്ക്. വേറെ വണ്ടി വരുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയോ. എൻ്റെ മോനെ, എന്നാ വ്യൂ നോക്കി. ഇവിടെ വളമായിട്ട് വണ്ടി നിർത്താൻ പറ്റത്തില്ല. അങ്ങോട്ട് ഇറങ്ങിയ സ്ഥലവും ഇല്ല. ഇതിന് മേളിൽ കാണും. നമുക്ക് കൂടുതൽ ദൂരോട്ട് മേലോട്ട് കയറും തോറും നമുക്ക് വ്യൂസ് കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ അനുഭവിച്ചാൽ അറിയണം. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച. ഊട്ടി ചെന്നപ്പോൾ പോലും എനിക്ക് ഇത്രയും ഒരു ഹെയർ പിൻ കയറുമ്പോൾ ഇത്രയും നല്ല വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. വാൽപ്പാറ വേറെ ലെവൽ. കപ്പിൾസൊക്കെ വരുന്നു കേട്ടോ, മാലയൊക്കെ ഇട്ട ബൈക്കിൽ. തമിഴന്മാർ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ. അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല. യെസ്. ഇവിടെ വണ്ടി ഒതുക്കാൻ സ്ഥലമുണ്ട്. ഞാൻ ബൈക്ക് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ വന്ന് കാണിച്ചു തരാം. ഫോണും കൊടുക്കുക. ഊരി വാ ഫോണെ ഇങ്ങോട്ട്. എൻ്റെ മക്കളെ, നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയേ. ക്യാമറ ഓണല്ലേ? ആന്ന്. നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയേ. എന്ത് മനോഹരമായ വ്യൂ. ഒരു രക്ഷയില്ല. റിസർവെയർ അത് ആളിയാർ ഡാമിൻ്റെ റിസർവെയറാണ് കാണുന്നത് കേട്ടോ. ആ ചുറ്റുമുള്ള മലനിരകളും അങ്ങേ അറ്റത്ത് കോടയും ഈ കാടും. എൻ്റെ ഭഗവാനെ, എന്ത് മനോഹരമായ, എന്ത് രസകരമായ കാഴ്ച നോക്കി. നിങ്ങൾ നോക്കി, എന്ത് മനോഹരമായ കാഴ്ച നോക്കി. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെയാണ് മോനെ കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കാറ് തമിഴ്നാട് വണ്ടിയാണ്. ഇവിടെ ഉള്ളവരൊക്കെ ആയിരിക്കും, ഇവർക്ക് ഒന്നും പുത്തരിയാവത്തില്ല. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലോട്ടുള്ള ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. കണ്ണും മനസ്സും നിറയാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു തീവ്രത ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നേരത്തെ ഞാൻ താണ്ട ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ്, ഈ മലയുടെ അപ്പുറത്തെ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ ആ ഒരു വ്യൂ കണ്ടത്. ഞാൻ നേരത്തെ കയറിയ ഒരു എൻട്രൻസിൽ. പക്ഷേ ഇവിടെ നോക്കി, ആ ഒരു ഷട്ടറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ദൂരെയാണെങ്കിൽ പോലും വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനപ്പുറത്തോട്ട് പരന്ന് കിടക്കുന്ന ഭൂമി. പക്ഷേ അത് പരന്ന് കിടക്കില്ല. ഒരുപാട് ബിൽഡിങ്ങുകളും വലിയ മരങ്ങളും ഒക്കെയാണ്. നമ്മൾ ഇത്രയും ദൂരത്ത് ഇത്രയും പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ട് അത് പരന്ന് കിടക്കുകയെന്ന് തോന്നുന്നതേ ഉള്ളൂ. എന്ത് രസമാണെന്ന് നോക്കി. എത്ര നോക്കി എന്നിട്ട് എനിക്കങ്ങോട്ട് മതിയാവുന്നില്ല. സത്യം പറയാം, എനിക്കങ്ങോട്ട് ഒട്ടും മതിയാവുന്നില്ല. അത് ഗംഭീര കാഴ്ച. ഒരു ഹെയർ പിൻ കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ കയറാം? നമുക്ക് ഫസ്റ്റ് ഇട്ട് തന്നെ കയറ്റിയാൽ മതി. മാറുമായിരിക്കും അങ്ങോട്ട്. ഫസ്റ്റ് ഇട്ട് തന്നെ നീട്ടിയെടുക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വന്നാലാണ് പ്രശ്നം. കുഴപ്പമില്ല, വീതിയുണ്ട് കേട്ടോ. റോഡിന് വീതി ഉണ്ടായിട്ട് നമുക്ക് അത്ര റിസ്ക് വന്നില്ല. ഇവന്മാരൊക്കെ ക്നാപ്പന്മാരാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഹെയർ പിന്നിലൊരു മര്യാദയില്ല. അവന്മാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മുടെ മുമ്പിലെ പുറകിലെ പോകുന്നവർക്ക് അത് ഹെയർ പിൻ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ടോ? മൂട്ടി കൊണ്ടുവന്ന് ഹോൺ അടിക്കുന്നത് ക്നാപ്പനൊക്കെ. ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ. എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് കാപ്പി കാണുന്നുണ്ട്, ഒരുപാട്. എന്ത് മനോഹരമായ കാഴ്ച എന്നറിയാമോ? മനം കുളിർക്കുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ. ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഒരുപാടുണ്ട് ഈ ഭാഗത്ത്. നല്ലൊരു ഇരുട്ട് പോലെ. ഇവിടെയൊക്കെ ഒരുപാട് കുരങ്ങന്മാർ പൊത്തൊക്കെ ഒരുപാട് കാണാം കേട്ടോ. അതിനെ കയറി ഇരിക്കാനൊക്കെ, മഴയൊക്കെ നന ഇരിക്കാൻ ഒരുപാട് പൊത്തൊക്കെ കാണും ഇവിടെ. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരുപാട് കുരങ്ങന്മാർ. അതുപോലെ ഒരു ഇരുട്ട് അതിനകത്തോട്ട് കയറുമ്പോൾ. രണ്ട് സൈഡിലും പാറയാണ്. ചിലപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് പാറയൊക്കെ താഴോട്ട് വീഴാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം നമുക്ക് ഈ റൂട്ടിൽ നമുക്ക് റോഡിൽ വരയാടിനൊക്കെ കാണാൻ പറ്റും. പല വീഡിയോസിൽ റോഡിലൊക്കെ വരയാടിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നൊരു വരയാടിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നൊരു വരയാടിനെ കാണാൻ പറ്റി, ഒരെണ്ണത്തിനെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ പുറകിന് പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും പോകാൻ പറ്റത്തില്ല. നൈസായിട്ട് കയറിപ്പോൾ
ഈ ചരക്ക് വണ്ടി നമുക്ക് കയറ്റം കയറുമ്പോൾ അതിൻ്റെ പുറകിൽ കയറുക. ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും ഓവർലോഡുള്ള ചരക്ക് വണ്ടിയുടെ പുറകിൽ നമ്മൾ കയറ്റം കയറുമ്പോൾ പുറകിന് പോകരുത്. കാരണം ആ വണ്ടിക്ക് എപ്പോഴും എന്താ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചിലപ്പം ബാക്കിലോട്ട് ഉരുണ്ടിഞ്ഞ് വരാം, കൺട്രോൾ വിട്ടട്ടെ. എനിക്ക് കാണുമ്പോൾ പേടിയാവുന്നു. നമുക്ക് റൈറ്റ് കയറ്റാതെ നമുക്ക് പറ്റത്തില്ല. ഇത്രയും ഞാൻ വളച്ച് ചരിച്ചെടുത്തിട്ട് നമുക്ക് റൈറ്റ് വെള്ളം വരെ ക്രോസ് ചെയ്യുന്നുണ്ട്. പുറകിൽ നിന്ന് വേറെ വണ്ടിയൊക്കെ വരുന്നു. ഇവന്മാർക്ക് വെച്ച് കീറിഞ്ഞ് വരുവാണല്ലോ. വെച്ച് കയറി വന്നെന്ത് ഞാൻ ഒതുങ്ങി കൊടുക്കും. ആ മടി കയറി പൊട്ടുന്നേ. ഈ മൊത്തം കൊണ്ട് ഹെയർ പിന്നുകളാണ്. എനിക്ക് ക്യാമറ ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ചാർജിൻ്റെ ഒരു പ്രശ്നം കാരണം ഓഫ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വ്യൂസ് കാണുമ്പോൾ എനിക്ക് ഓഫ് ചെയ്യാതെയൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ മറ്റേ ഊട്ടി പോയിരുന്ന സമയത്ത് FC എടുത്തുകൊണ്ടായിരുന്നു പോയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അളിയൻ്റെ FC എടുത്തുകൊണ്ടാണ് ഞാൻ മസിനോട് വഴി ഊട്ടി പോയത്. അപ്പോൾ ആ ഒരു ചുരം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത്രയും എനിക്കിത് സ്ട്രഗിൾ ചെയ്യുന്നില്ല. ആ വണ്ടിയുടെ പവറിൻ്റെ തന്നെയാണത്. എനിക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി കയറി പോകുന്നൊരു ഫീൽ എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു വളയ്ക്കുന്ന ആ ഒരു ചെറിയ പോയിൻ്റ് ഉണ്ടല്ലോ, ഇവനൊക്കെ എവിടെ നിന്ന് കയറി വരുന്നു? തായോളി വന്ന വരവും വന്ന മൈരൻ, ഇവനൊക്കെ വെറും വെടലയാ. മൈരൻ വന്ന വരവ് കണ്ടില്ലേ? തെറി വിളിക്കാൻ എന്തോ ചെയ്യും. പിന്നെ ഇവനൊക്കെ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് കൈ കൊടുത്ത് കയറി വന്നായിരുന്നെങ്കിൽ ഞാൻ എന്തോ ഇതന്നെ കണാപ്പനൊക്കെ. ഒരു വെളിവില്ലാത്ത കണാപ്പൻ. ബൈക്കും കാറും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. തെണ്ടി അവർ റൈറ്റ് കയറി എടുത്തോണ്ട് വന്നേക്കുന്നു. അവനൊക്കെ അത്രയും ഇടദോഷം ചേർന്ന് എടുത്തുകൊണ്ട് വരാനുള്ളതിന്. ഇതിലെ കൂടെ വേറൊരു വണ്ടി വന്നാൽ അവൻ എന്തോ ഇതന്നെ. എനിക്കങ്ങ് കലി കയറുന്നങ്ങ്. ഇങ്ങനെയുള്ള കുറേ ക്ലാപ്പന്മാർ കാരണം റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതാണ് ആലോചിക്കുന്നത്. വീഡിയോ ആണല്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ വന്ന വരവ് എന്തായാലും വീഡിയോക്കകത്ത് എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും പിള്ളേരുടെ മുമ്പിച്ച് നാണം കേട്ടില്ല. നല്ല വൈഡായിട്ടുള്ള വളവായിരുന്നു. അതുകൊണ്ട് വീശി എടുത്തോണ്ടെങ്കിൽ പോയിരുന്നു. വലത്തോട്ടുള്ള വളവ് കയറാൻ നമുക്ക് പാടില്ല. നമുക്ക് ഇടത്തോട്ടുള്ള വളവ് ചേച്ചി കയറ്റാനാണെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത്. വലത്തോട്ടുള്ളതാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് റിസ്ക് വരുന്നില്ല. ഇടതാകുമ്പോൾ ആ ഒരു കോർണർ വെച്ചിട്ട് നമ്മൾ തിരിക്കണ്ട ഇടത്തോട്ട്. വലതാകുമ്പോൾ നമുക്ക് വീശിങ് എടുക്കാം അപ്പുറത്തെ സൈഡിൽ കൂടെ. പക്ഷേ ഇടത്തുവശത്തെ ആ ഒരു മൂലയ്ക്ക് നമ്മൾ നിൽക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പാട്. ഇവന്മാർക്കൊക്കെ 4 വീലുണ്ട്, വീഴത്തില്ലെന്നുള്ള ധൈര്യം ഇവനൊക്കെ. കയറി പോട്ടെ. ഇയാളൊരു പാവം പിടിച്ചവൻ. കയറി പോടോ, വേറെ എന്നെയും കൂടെ പേടിപ്പിക്കാതെ. സ്പീഡിൽ പോകേട്ടാ. എന്താ പൊന്നെ, പുള്ളിക്കാരൊരു പേടിയാന്ന് തോന്നുന്നു. നൈസ്. പുള്ളിയുടെ പുറകിന് പോയി കഴിഞ്ഞാൽ ഞാനും കൂടെ വീഴും. അതുകൊണ്ട് ഞാനും കയറി പോരുന്നു. അയ്യോ, കളിയാക്കുമല്ലേ. എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ. പക്ഷേ ഞാൻ ബൈക്കും പുള്ളി കാറുമാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. കാറ് വീഴത്തില്ലല്ലോ. പുള്ളിക്ക് ധൈര്യമായിട്ട് എടുത്തോണ്ട് വന്നാൽ പോരെ. ബൈക്കല്ലേ വീഴുമെന്നുള്ള പേടി. എൻ്റെ പൊന്നെ, എൻ്റെ മോനെ, ആ ഒരു വ്യൂ എനിക്ക് വയ്യ. വലദോഷം എടുത്തുകൊണ്ട് വേണം കയറി വരാൻ. ഇത് ചെറിയ വളമുണ്ട്. വലദോഷം കയറാതെ നമുക്ക് വരാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നേരത്തെ വന്നാൽ പോങ്ങനെ പോലുള്ള ഡ്രൈവർമാരാണെങ്കിൽ ഞാൻ പെടും. R15 2 ടീംസ്. ചുരം ഇറങ്ങാൻ സിമ്പിളായിട്ടോ. ചുരം ഇറങ്ങാൻ നമുക്ക് നൈസായിട്ട് ക്ലച്ച് താങ്ങി അല്ലെങ്കിൽ ബ്രേക്ക് താങ്ങി ഒരു താളത്തിൽ ഇറക്കി അങ്ങ് വെക്കാം. പക്ഷേ ഇത് അങ്ങനല്ലല്ലോ. കയറുന്ന അങ്ങനല്ലല്ലോ. ഭയങ്കര മെനക്കെട്ട പണിയായി ചുരം കയറുന്നതെന്ന് പറഞ്ഞാൽ. എൻജോയ് ചെയ്ത് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവർമാരുടെ ആ ഒരു ഇതും കൂടെ നോക്കണ്ടായോ? അങ്ങനെ കുറേ തിണ്ടികൾ. ഒന്ന് സുമോക്കാരൻ ആ ഒരു വളവ് വളച്ചപ്പോഴേ എനിക്ക് ആ ഇടത്തോട്ടുള്ള വളവ് കയറുന്നതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. നമ്മൾ ഇടത്തോട്ട് തിരിക്കുന്നതിന് മുമ്പേ വണ്ടി ഇങ്ങനെ റൈറ്റ് കയറ്റണം. റൈറ്റ് കയറ്റിയിട്ട് അവിടെ നിന്ന് വളച്ചെടുക്കണം. അപ്പോൾ സ്മൂത്തായിട്ട് നീ കയറി പോരും കേട്ടോ. പക്ഷെ എന്നാലും ആ സമയത്ത് വേറെ വണ്ടികളൊന്നും ആ ഭാഗത്ത് വരാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങനെ കയറ്റി. അപ്പം അത് വീഡിയോ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്താൽ നെക്സ്റ്റ് ഞാൻ അങ്ങനെ അത് കാണിച്ചു തരാം കേട്ടോ. ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി റൈറ്റ് കയറി വന്നില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. അങ്ങനെ അയ്യോ, വിശപ്പിൻ്റെ വിളി വരുന്നു. ആ ഒരു സുമോക്കാരെ റൈറ്റ് കട്ട് ചെയ്ത് ഓടിച്ചെടുത്തപ്പോൾ ഞാനും അതേപോലെ ട്രൈ ചെയ്ത്. ഞാൻ വിചാരിച്ചു ഇയാളൊന്ന് ഒതുക്കാൻ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒതുക്കാനില്ല. പുള്ളി സ്മൂത്തായിട്ട് കയറി അങ്ങ് പോയി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചുരം കയറേണ്ട കേട്ടോ. പക്ഷെ നേരത്തെ ആ കാറുകാരൻ്റെ കുഴപ്പം തന്നെ. അതിന് ഇനി ആരും ന്യായീകരിക്കണ്ട. അതാ കാറുകാരൻ്റെ കുഴപ്പം തന്നെ.
ഇവിടെ മൊത്തം കാടായി പോയി കേട്ടോ, മൊത്തം അങ്ങ് കാടായി. ഒരു വ്യൂ ഒക്കെ അങ്ങ് പോയി. വ്യൂ പോയിട്ടില്ല, ഇടയ്ക്ക് വരും, പക്ഷേ ഇപ്പോൾ 2 സൈഡിൽ അങ്ങ് കാട് പോലായി. കണ്ട, നമ്മളിപ്പോൾ റൈറ്റ് എടുക്കുക, വെള്ള വരയ്ക്ക് ഇപ്പുറത്ത് റൈറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ വെള്ള വരയുടെ ഈ തിരിക്കുന്ന സമയത്ത് വെള്ള വരയുടെ ഇപ്പുറത്ത് തന്നെ ആയിരിക്കും. നമുക്ക് അത്ര നേരത്തെ ഞാൻ കയറ്റിക്കൊണ്ടിരുന്ന അത്ര സ്ട്രെയിനും കിട്ടുന്നില്ല, ഒരു പാട് നമുക്ക് തോന്നുന്നില്ല, സിമ്പിളായിട്ട് കയറ്റാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തു. ഞാൻ വേണമെങ്കിൽ അവർ തമ്മിൽ കൊടുത്ത് ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഞാനിടാം, സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാനിടാം. മറ്റേതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇത് എല്ലാവരും കാണണമെന്നില്ലല്ലോ. അട്ടക്കട്ടി എന്ന് പറയുന്ന സ്ഥലമാണിത്. ഹൈവേസ് സോളയാർ ഡാം 43 കിലോമീറ്റർ ഉണ്ട്. ചാലക്കുടിക്ക് 134 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇതാണ് ഷോളയാർ ഡാമിൻ്റെ ഒരു വഴികാട്ടി പോസ്റ്റ്, നോട്ടിഫിക്കേഷൻ ബോർഡ്. ഇവിടെ എന്തൊക്കെയോ ബോർഡൊക്കെ വെച്ച് പന്നി കണ്ടിട്ടുണ്ടോ നിങ്ങൾ പന്നിയെ കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് പോയി വെട്ടിക്കടിച്ച് കറി ചെയ്യണം, കൂട്ടത്തോടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പന്നി എന്ന് പറയുന്നത്. എൻ്റെ ഈറ്റയുണ്ട് കേട്ടോ, ഈറ്റയെ തെള്ളി വന്നിട്ടൊന്നുമില്ല. 4 കുട്ടിയും ഒരു വലിയ പന്നിയും. ഞാൻ പന്നിയെ കണ്ടിച്ച് തിന്നണമെന്ന് പറഞ്ഞതിന് ആരും തെറിവിളിക്കാൻ പറയല്ല. ശരിക്കും പന്നി ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ മാതിരി പന്നീനെ വേണം തിന്നാൻ, അല്ലാതെ മറ്റേ വെള്ളപ്പന്നി ഉണ്ടല്ലോ, നമുക്ക് ബ്രോയിലർ പന്നി, അതിനെ ഒന്നും തിന്നിട്ട് കാര്യമില്ല. ഇവിടെ കുറേ പന്നികളുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പോവായിരിക്കും, ആരും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്കങ്ങ് പോവാം. അവിടെ ഒരു പന്നീനെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നേ, ബോർഡ് ഞാൻ വായിച്ചില്ല. ഏതാണ്ടൊരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ബോർഡ് ഞാൻ വായിച്ചില്ല. കണ്ട് ഒരു കൂട്ടം മയിലുകളെ കണ്ടോ, മയിൽ കണ്ട്, പന്നി കണ്ട്, നമ്മൾ വേറെ ഒന്നും കണ്ടില്ലല്ലോ, കുരങ്ങനെയും കണ്ട്. പുറത്തൂടെ വരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേ കൂടെ തിരിച്ചിങ്ങനെ കയറ്റുക. അപ്പം നമുക്ക് അത്രയും പാട് തോന്നത്തില്ല, അത്ര ഒരു സ്ട്രെയിൻ കാണത്തില്ല നമുക്ക് ഇത് തിരിക്കാനായിട്ട്. അല്ലാതെ വെള്ള വരയുടെ ഇപ്പുറത്ത് തന്നെ നിർത്തിയേ തിരിച്ച് കയറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട് പല വളവിലും. ചില വളവൊക്കെ ഭയങ്കര വൈഡായിരിക്കും, നമുക്ക് കുഴപ്പമില്ല. ചിലതൊക്കെ ഇടുങ്ങിയ റോഡ് പോലെ വന്നിട്ട് നല്ല ഭയങ്കരമായിട്ട് കോർണറിങ് കാണും. അത് കോർണർ വെച്ചാൽ അത്രയൊരു മൂല കാണും ചില ഹെയർപിൻ ബെൻഡിനെയൊക്കെ. അവിടെയൊക്കെ നമ്മൾ ആ രീതിയിൽ തിരിക്കാൻ നോക്കി കഴിഞ്ഞാൽ വീഴാം. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഞാനിപ്പോൾ തിരിച്ചല്ലോ, വെള്ള വരയുടെ അപ്പുറത്തൂടെ വന്നിട്ട് അവിടുന്ന് കിടത്തി ഒടിച്ച് ഇപ്പുറത്തോട് കയറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വണ്ടി കയറിപ്പോരും. നമുക്കിപ്പോൾ ഒരു വീഴുമെന്നുള്ള പേടിയൊന്നും തോന്നില്ല, സിമ്പിളായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യുക. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്, കാരണം ഒരു സുമോക്കാരൻ കയറിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ അത് ട്രൈ ചെയ്തത്. സംഭവം കൊള്ളാം കേട്ടോ.